ചങ്ങായിമാരെ നിങ്ങൾക്ക് RSS എന്താണ്, മോഹൻ ഭാഗവത് എന്താണെന്ന് മനസ്സിലാക്കണോ? സംഘികൾ പറയുമ്പോഴുണ്ടല്ലോ അധികം ഡെക്കറേഷൻ അടിക്കുന്ന ടീമൊന്നല്ല ഇവരൊന്നും. നിങ്ങൾക്ക് ഇവരെന്താണെന്ന് മനസ്സിലാണെങ്കിൽ നിങ്ങൾക്കില്ല കുറച്ച് മിനിറ്റ് ഉണ്ടെങ്കില്ല നിങ്ങളുടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. എഴുത്തുകാരനും സാഹിത്യകാരനുമായ KM മുരളി സാർ ഉണ്ടല്ലോ RSSനെ കുറിച്ച് മോഹൻ ഭാഗവതിനെ കുറിച്ചുള്ള കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു RSS കാരനുണ്ടല്ലോ ഒരിക്കലും ഒരു നല്ല മനുഷ്യനാകില്ല എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാല് കൃത്യമായിട്ട് മനസ്സിലാകും. ഇത് ആ സംഘത്തിന്റെ തുടക്കം മുതലുള്ളൊരു കാര്യമാണ്. സ്വയം അതെപ്പോഴും അവകാശപ്പെടുന്നത് ഞങ്ങളൊരു സാംസ്കാരിക സംഘടനയാണെന്നാണ്. പക്ഷേ അതിൻ്റെ സംഘടനയിൽ അംഗങ്ങളാകുന്ന ആൾക്കാരെ അത് പരിശീലിപ്പിക്കുന്നത് അങ്ങനത്തെ കടുത്ത വർഗീയതയും അതോടൊപ്പം തന്നെ മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ആക്രമിക്കാനായിട്ടുള്ള പരിശീലനവും. അപ്പോൾ സാംസ്കാരിക സംഘടനയ്ക്ക് എന്തിനാണ് ഇതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നാണ് അവർ അവകാശപ്പെടുക. പക്ഷേ വേറെ ആരെങ്കിലും ആയുധങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതൊന്നും അക്രമമായിട്ട് ഒരു കാണുകയും ചെയ്യും. ഈ ഇരട്ടത്താപ്പാണ് മോഹൻ ഭഗവത്തിൻ്റെ അഭിമുഖ സംഭാഷണത്തിൽ ഉടനീളം തന്നെ കാണാൻ കഴിഞ്ഞത്. പക്ഷേ ചോദ്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചോദ്യങ്ങളായിരുന്നു. യുവജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പല ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ മറുപടിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണത്തിന് ഈ പ്രതിഷേധിക്കുന്ന ആൾക്കാരെ ദേശദ്രോഹികളായിട്ടൊക്കെ വിശേഷിപ്പിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞത് അവർ ദേശദ്രോഹികളൊന്നും അല്ല, മാത്രമല്ല അവരെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കും. കൂട്ടത്തിൽ ഇതുകൂടി പറഞ്ഞു, പ്രതിഷേധിക്കുന്നത് ഒരിക്കലും തെറ്റല്ല, അതും ചർച്ചയുടെ ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ പ്രതിഷേധം എപ്പോഴും വിഭജനത്തെയല്ല സമന്വയത്തെയാണ് ലക്ഷ്യം വെക്കേണ്ടത്. അവസാനമായിട്ട് നമുക്കൊരു സമന്വയത്തിലാണ് എത്തിച്ചേരേണ്ടത്. നമുക്ക് കേൾക്കുമ്പോൾ വളരെ നല്ലൊരു കാര്യം, കൈയടി ഗംഭീരമായിട്ടുണ്ടായി. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ജാർഖണ്ഡിൽ അവിടെ ഒരു യുവജന പ്രക്ഷോഭം നടക്കുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ സമാനമായ വിഷയമാണ്. ജന്തർ മന്ദറിൽ നടന്ന പ്രക്ഷോഭത്തിന് സമാനമായ വിഷയങ്ങളാണ് അവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അത് അവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷയുടെ നടത്തിപ്പിലും മറ്റൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പ്രക്ഷോഭത്തിന് ഈ സംഘി അനുകൂല സംഘടനകൾ ജന്തർ മന്ദിറിൽ നടന്ന പ്രക്ഷോഭത്തിന് വിരുദ്ധമായി ഇതാണ് ശരിയായ മര്യാദയോടുകൂടി സാംസ്കാരിക ബോധം കൈവിടാതെ ഭാരതീയമായ രീതികൾ സ്വീകരിച്ചുകൊണ്ട് സമാധാനപരമായി നടക്കുന്ന പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിക്കാനാണ് ശ്രമിച്ചത്. എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ഭാരതീയത അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സാംസ്കാരിക തലമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമാക്കാൻ അവർ സ്വീകരിച്ച രീതി എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ജുനൈഡുമാരെ വേണ്ട എന്നുള്ളതാണ്. ജുനൈഡുകാരെയും വേണ്ട, അവരുടെ ബിരിയാണിയും വേണ്ട, നല്ല ഹിന്ദു വീടുകളിൽ പാചകം ചെയ്ത ഭക്ഷണം മാത്രമേ ഇവിടെ എത്തൂ എന്ന് പറയുമ്പോൾ ഒരു വശത്ത് പ്രക്ഷോഭത്തിൻ്റെ ലക്ഷ്യം, പ്രതിഷേധത്തിൻ്റെ ലക്ഷ്യം സമന്വയമാണെന്ന് പറയുക, മറുവശത്ത് ഒരു പ്രക്ഷോഭത്തിനെ വർഗീയവൽക്കരിക്കാനായിട്ട് ബോധപൂർവ്വം ശ്രമിക്കുക. അതിനവർ പഠിച്ച പണി എന്തായിരുന്നു വെച്ചാൽ, പ്രയോഗിച്ച വിദ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിലും അല്ല ഇൻസ്റ്റാഗ്രാമിലും മറ്റൊക്കെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള വ്യക്തി വന്നിട്ട് ആൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പോലെ നമുക്ക് ജുനൈദിനെ വേണ്ടല്ലോ, വേണ്ട എന്ന് അയാൾ തന്നെയാണ് മറുപടി പറയുന്നത്. നമുക്ക് ബിരിയാണി വേണ്ടല്ലോ, വേണ്ട അയാൾ തന്നെയാണ് മറുപടി പറയുന്നത്. പക്ഷേ ഇത് കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ യഥാർത്ഥ വിദ്യാർത്ഥികൾ, പ്രക്ഷോഭത്തിന് വന്ന വിദ്യാർത്ഥികളെ വളഞ്ഞ് നിർത്തുകയും അയാൾ ആരാണെന്ന് ചോദിക്കുകയും വിദ്യാർത്ഥിയാണെങ്കിൽ അയാളുടെ ID കാർഡ് കാണിക്കാനായിട്ട് ആവശ്യപ്പെടുകയും അതൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ അയാൾ അവിടെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ആ പ്രക്ഷോഭത്തിൽ പങ്കാളികളാകാനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും സംഘികൾ ബീഹാറിൽ അതുപോലെ തന്നെ ബംഗാളിൽ നിന്നും ട്രക്ക് കണക്കിനാണ് യുവജനങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന യുവാക്കളായിട്ട് ഒരു പത്രപ്രവർത്തകൻ, ഒരു മാധ്യമപ്രവർത്തകൻ സംസാരിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് വന്നത് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുക, എന്താണ് പ്രക്ഷോഭത്തിൻ്റെ വിഷയം? അത് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. എന്താ വിഷയം? അത് വിഷയമുണ്ട്, എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വരാനുള്ള ചിലവ് ആരാ വഹിച്ചത്? അതൊക്കെ സംഘടന BJP സംഘടന വഹിച്ചിട്ടുണ്ട്. BJP ആണോ? ആ BJP. ശരി, ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ കാണുമ്പോൾ, അതുപോലെ തന്നെ ആ സംവാദത്തിൽ വന്നൊരു വേറൊരു ചോദ്യമായിരുന്നു വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ശോചനീയ അവസ്ഥയെക്കുറിച്ച് ചോദ്യം വരുന്നു. ലക്ഷക്കണക്കിന് സ്കൂളുകളിൽ അധ്യാപകരില്ല, അങ്ങേയറ്റം മോശമാണ് അവിടുത്തെ. ഇപ്പോൾ പെൺകുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറയുന്നു, പക്ഷേ എത്രയോ സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് സ്വകാര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ശൗചാലയങ്ങളില്ല. പിന്നെ ആരാണ് പെൺകുട്ടികൾ നമ്മൾ പറഞ്ഞു വിടുക എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ അതിന് കൃത്യമായിട്ടും അത് ശരിയാണ്, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടതാണ് എന്നൊക്കെ കാരണവർ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എപ്പോഴും സർക്കാരല്ല, ആ സ്കൂൾ എവിടെയാണോ ഉള്ളത് അവിടെയുള്ള ഗ്രാമത്തിലെ ജനങ്ങൾ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവർ വഴി ഇതിന് സഹായധനം ആവശ്യപ്പെടുകയും അതിൻ്റെ സഹായത്തോടുകൂടി അവരുടെ ശ്രമവും കൂടി ചേർത്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതായത് സർക്കാരിൻ്റെ ചുമതല അതിനെ ഒഴിവ് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ യുവജനങ്ങൾ ഉന്നയിച്ചൊരു ചോദ്യമുണ്ട്, കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ പ്രവർത്തകരാണെന്ന് തോന്നുന്നു. പാർലമെൻറ്റ് മന്ദിരം പുതിയത് പണിയാനായിട്ട് കോടിക്കണക്കിന് രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത്. അതിൽ ചെറിയൊരു അംശം ഉണ്ടായിരുന്നു ഈ പറയുന്ന ലക്ഷക്കണക്കിന് സ്കൂളുകളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയുമായിരുന്നു. അപ്പോൾ എന്തിനു വേണ്ടി പണം ചെലവാക്കണം എന്നൊരു നയപരമായ തീരുമാനമാണ് യഥാർത്ഥ പ്രശ്നം, അല്ലാതെ അതിനാവശ്യമായിട്ടുള്ള പണം ഇല്ലാത്തതല്ല എന്ന് വ്യക്തം. ആ ചോദ്യം ഈ സംവാദത്തിൽ, മോഹൻ ഭാഗവതായിട്ടുള്ള സംവാദത്തിൽ ആ ചോദ്യം ഉന്നയിച്ച യുവാവും ഉദ്ദേശിച്ച കാര്യം തന്നെയാണ്. പക്ഷേ വളരെ സമർത്ഥമായിട്ട് മറുപടി പറയുന്നത് എങ്ങനെയാണ്, നിങ്ങൾ ശ്രമിച്ചെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഇനി ഈ നിങ്ങൾ ശ്രമിച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, RSS സംഘികൾ ഏതാണ്ട് 13,000 സ്കൂളുകൾ നടത്തുന്നുണ്ട്, വിദ്യാഭാരതി സ്കൂളുകൾ. അതിൽ ശരാശരി ഫീസ് എന്ന് പറയുന്നത് 50,000 രൂപയാണ് വർഷം. പക്ഷേ ഈ 50,000 ഒരു കുട്ടിക്ക് 50,000 രൂപ വർഷത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി മുടക്കാൻ കഴിയുന്ന എത്ര ആൾക്കാരുണ്ട് നമ്മുടെ രാജ്യത്ത്? ഒരു ഇടത്തരം ജീവിത നിലവാരമില്ലാത്ത ഒരാൾക്കും അത് സാധ്യമല്ല. കൂലിത്തൊഴിലാളികൾക്ക് കഴിയുന്നൊരു കാര്യമല്ല. 2 കുട്ടികളിലും ഒട്ടും കഴിയില്ല. അപ്പോൾ ചുരുക്കത്തിൽ ആർക്ക് വേണ്ടിയാണ് അവർ സ്കൂൾ നടത്തുന്നത്? ഒന്ന്. രണ്ടാമത്, ഈ പറയുന്ന തത്വം, അതായത് സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ സഹായം സ്വീകരിച്ചുകൊണ്ട് സ്വയം ശ്രമം നൽകിക്കൊണ്ട് ഈ സ്കൂളുകളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്ന രീതി ഇവർക്ക് സ്വീകരിച്ചുകൂടെ?
സർക്കാർ സ്കൂളുകളിൽ വാങ്ങിക്കുന്ന ഫീസ് മാത്രം വാങ്ങിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൗജന്യമായിട്ട് പോലും സ്കൂളുകൾ നടത്തിക്കൂടെ? അപ്പോൾ ഒരു വശത്തെ വിദ്യാഭ്യാസം കച്ചവടമല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുകയും കയ്യടി വാങ്ങിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പുറത്ത് അതേ വിദ്യാഭ്യാസ കച്ചവടമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ കുറേ വർഗീയതയും കുട്ടികളുടെ മനസ്സിൽ തള്ളിക്കയറ്റുന്നത് മറ്റൊരു കാര്യം. അപ്പോൾ ഈ പറയുന്ന ഇരട്ടത്താപ്പിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. ഇനി വേറൊരു ഉദാഹരണം സംവരണത്തെക്കുറിച്ചാണ്. സംവരണം നിർത്താൻ സമയമായില്ലേ എന്നാണ് ചോദ്യം. ആ ചോദ്യം വന്നപ്പോൾ തന്നെ ഗംഭീര കയ്യടിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉദ്ദേശം കേൾവിക്കാരായിട്ട് വന്നിരിക്കുന്ന ജെൻസി എന്ന് പറയുന്ന യുവജനങ്ങളുടെ ജാതീയ പശ്ചാത്തലം ഏതാണ്ടായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്ര ഗംഭീര കയ്യടിയായിരുന്നു അതിന്. സംവരണം നിർത്തേണ്ടതെന്ന ചോദ്യത്തിൽ മോഹൻ ഭാഗവത് അതിന് പറയുന്ന മറുപടി, വിവേചനം നിലനിൽക്കുന്നിടത്തോളം കാലം സംവരണം നിർത്താൻ പറ്റില്ല വളരെ നല്ലത്. ഈ വിവേചനം എന്തുകൊണ്ടുണ്ടാകുന്നു? ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം കഴിയില്ല എന്നല്ല പറയുന്നത്. വിവേചനം നിൽക്കുന്നിടത്തോളം കാലം എന്തോ എവിടെന്നോ പൊട്ടിമുളച്ച് വന്നൊരു കാര്യമാണ് വിവേചനം തോന്നിപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ. ആ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഇതുപോലെ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടി മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരത്തിലേക്ക് ജീവിതാവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുന്ന ദളിതരും ആദിവാസികളും അതുപോലെ പിന്നാക്കജാതിയിൽപ്പെട്ട ആൾക്കാർ, സംവരണാനുകൂല്യങ്ങൾ ലഭിക്കുന്ന ആൾക്കാർ സ്വയമേവ അത് ഒഴിയുന്നതാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെ ദരിദ്രരായിട്ട് ആൾക്കാർക്ക് അല്ലെങ്കിൽ അത്ര അവസരം കിട്ടാത്ത ആൾക്കാർക്ക് അവസരം കിട്ടും. പക്ഷേ ഈ സ്വയം ഒഴിയൽ ഇവർക്ക് മാത്രമായിട്ട് എങ്ങനെ ബാധകമാക്കേണ്ട കാര്യമുള്ളത്? അതിലേറെയായിട്ട് അത് നടപ്പാക്കേണ്ടത് സവർണ്ണ വിഭാഗങ്ങൾക്കല്ലേ? കാരണം നൂറ്റാണ്ടുകളായിട്ട് എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ പിൻബലത്തിലാണ് അവർ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവർക്കിടയിൽ പ്രത്യേകിച്ചും അതിൽ സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി സർക്കാരിൻ്റെ യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും അവർക്ക് നൽകരുത്. വിദ്യാഭ്യാസ രംഗത്തായാലും ശരി, തൊഴിൽ രംഗത്തായാലും ശരി, സർക്കാർ ജോലികളുടെ കാര്യത്തിലായാലും ഒരു കാര്യത്തിൽ കാരണവശാലും അവർക്ക് അവിടെ പ്രവേശനം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സവർണ്ണയിൽ തന്നെയുള്ള ദരിദ്രർക്ക് ഉപകരിക്കുന്ന കാര്യമാണുള്ളത്. എന്തുകൊണ്ട് അത് പറയാത്തത്? അത് ഈ മർദ്ദിത ജാതികൾക്ക് അല്ലെങ്കിൽ ആദിവാസികൾക്ക് മാത്രം ബാധകമായിട്ടൊരു നീതിബോധം എന്ന് പറയുന്നത് അതെന്ത് നീതിബോധമാണ്? സംശയം വേണ്ടതാണ് ബ്രാഹ്മണ്യ നീതിബോധം. വളരെ ന്യായമായ കാര്യമാണ് പറയുന്നത്. എല്ലാവരുടെയും കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് സംസാരിക്കുന്നത്. സമന്വയത്തിൻ്റെ ഭാഷയാണെന്നൊക്കെ നടിക്കുമ്പോൾ തന്നെ അതെപ്പോഴും അതിൻ്റേതായിട്ടുള്ള സങ്കുചിത താല്പര്യങ്ങൾ കാത്തുരക്ഷിക്കുന്നു. അത് തന്നെയാണ് സംഘീകളക്കാരും ചെയ്തിരിക്കുന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊഴിലില്ലായ്മയെക്കുറിച്ച് ഭഗവത്തിന് പറയാനുള്ളത് സ്വയം സംരംഭത്വമാണ്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് മുറുക്കാൻ കച്ചവടക്കാരൻ മുറുക്കാൻ കച്ചവടം നടത്തി വലിയ സമ്പന്നനായി പോലും. അതേപോലെ നമ്മൾ സ്വയം സംരംഭത്വം നടത്തണം. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് അതും പോരാത്ത എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ആ കടമ്പ കടക്കാൻ വേണ്ടി കുറേയധികം പണം ചിലവാക്കി കോച്ചിങ്ങിന് പോയി അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച് അവസാനം എവിടെയെങ്കിലും പ്രവേശനം കിട്ടി ലക്ഷങ്ങൾ മുടക്കി പഠിച്ച് 4-5 വർഷം അതിനുവേണ്ടി ചിലവഴിച്ചൊരു വരുന്നൊരു വ്യക്തി, ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി, അവർ എന്ത് സ്വയം സംരംഭം ചെയ്യണമെന്നാണ് ഇങ്ങനെ പറയുന്നത്? മുറുക്കാൻ കച്ചവടം നടത്തണം. അങ്ങനെ അതിൽ ഇതിൽ നിന്ന് പോകാതെ തുടങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് ഇത്രമാത്രം പുതിയ കോളേജുകൾ തുടങ്ങുന്നത്? എന്തിനാണ് ഈ എൻട്രൻസ് പരീക്ഷയും മറ്റൊക്കെ കടമ്പ് കെട്ടിവെക്കുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ തൊഴിലില്ലായ്മയുടെ അടിസ്ഥാന കാരണങ്ങൾ ഇവിടെ പാലിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധമായ നയങ്ങൾ അതിലൊന്നും സ്പർശിക്കാതെ, സ്വകാര്യവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്പർശിക്കാതെ, പൊതുമേഖലയുടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പരാമർശിക്കാതെ വീണ്ടും വിഷയം അങ്ങോട്ട് തിരിച്ചുവിടുന്നത്, യഥാർത്ഥ ഉത്തരവാദികളെ മറച്ചു വച്ചിട്ട് വേറെ ദിശയിലേക്കാണ് തിരിച്ചുവിടുന്നത്. അതാണ് സംഘികളുടെ ഇരട്ടത്താപ്പിൻ്റെ മറ്റൊരു സ്വഭാവം. ഇനി അവസാനമായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ് ഇപ്പോൾ ഇത്ര തിരക്കിട്ട് ഈ ജൻസികളായിട്ടുള്ള സംവാദം, ഇൻസ്റ്റാഗ്രാമിൽ മോഡിയുടെ റീൽസ്, ഇതിൻ്റെയൊക്കെ പുറകിലുള്ള കാര്യം എന്താണ്? പ്രധാന കാര്യം അവരുടെ അടിത്തറ ഇളകുന്നു എന്നുള്ളതാണ്. കാരണം ഈ ജൻസി ആയിട്ട് ജന്തർ മന്ദിറിലൊക്കെ വന്ന ഒരു വലിയ വിഭാഗം ഈ പരിപാടിയിൽ പങ്കെടുത്തവരും നമുക്ക് ഈ സംവാദത്തിൽ പങ്കെടുത്തവരൊക്കെ തന്നെ ഈ പറയുന്ന സവർണ്ണ മധ്യവർഗത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം. അവർ മാത്രമല്ല, അവർ ഭൂരിപക്ഷം അതാണ്. ആ അടിത്തറ ആണ് കുറച്ച് കാലമായിട്ട് സംഘികളുടെ അവരുണ്ടാക്കിയിരിക്കുന്ന BJP ഉൾപ്പെടെയുള്ള സകല പ്രസ്ഥാനങ്ങളുടെയും അടിത്തറ, സാമൂഹിക അടിത്തറ. അവിടെയാണ് ഇപ്പോൾ വിള്ളൽ വീണിരിക്കുന്നത്. കാരണം ജന്തർ മന്ദിർ പ്രക്ഷോഭത്തിൽ വെറും മോഡിയും അമിത്ഷായും മറ്റേ രാജിവെച്ച് പോയ മന്ത്രിയുടെ മാത്രം പ്രശ്നമൊന്നുമല്ല, വർഗീയതയ്ക്കെതിരെയുള്ള മുദ്രാവാക്യം ഉയർത്തുന്നുണ്ടായിരുന്നു. ഈ വർഗീയ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുതന്നെയാണ് അവരെ അലട്ടുന്ന പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഇത് എങ്ങനെയെങ്കിലും അതിനെ പരിഹരിച്ച് മറികടന്നുകൊണ്ട് വീണ്ടും അവരുടെ സ്വാധീനം ഉറപ്പിച്ചെടുക്കാനായിട്ടുള്ള ആ അങ്കലാപ്പിൽ നിന്നാണ് ഈ പറയുന്ന സംവാദവും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ മനസ്സിലാക്കാം. നിങ്ങൾ സംഭവം കൃത്യമായിട്ട് കേട്ടല്ലോ. കോക്രോച്ച് ജനതാ പാർട്ടിയുള്ള സമരം നടന്ന സമയത്ത് ഈ മോഹൻ ഭാഗവത് ഉണ്ടല്ല, അവരെ കുറിച്ചിട്ടില്ല കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു, ഓ മോഹൻ ഭാഗവത് എന്ത് നല്ല മനുഷ്യനാണ്, RSS ഉണ്ടല്ല എന്ത് നല്ല മനുഷ്യന്മാരാണെന്നൊക്കെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇയാളതുണ്ടല്ലോ ഒരു നല്ല മനുഷ്യനല്ല. BJPക്ക് എന്തെങ്കിലും അടിപറ്റുമുണ്ടല്ല, BJPനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ചങ്ങായി ഉണ്ടല്ല, ഈ ചങ്ങായി RSS ഉണ്ടല്ല നമ്മളെ മുന്നിലേക്ക് എത്തുന്നത്. അങ്ങനെ BJP രക്ഷിക്കാൻ വേണ്ടി ഇവരുണ്ടല്ല പല ഐഡിയയും കാണിക്കും. അങ്ങനെ ഒരു ഐഡിയ മാത്രമാണ് അന്ന് നടന്നതും. സവർണ ബ്രാഹ്മണികൾ ടീംസ് ഉണ്ടല്ല, നേതാക്കന്മാരായി ഇരിക്കുന്ന RSS ഉണ്ടല്ല, അതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും മനുഷ്യത്തുള്ള ഒരു കാര്യം ഉണ്ടല്ല, ഒരു കാര്യം പ്രതീക്ഷിക്കണ്ട. അങ്ങനെ അവരിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും മനുഷ്യത്തുള്ള കാര്യം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുണ്ടല്ല വിഡ്ഢികളാണ്, പമ്പര വിഡ്ഢികൾ. എന്തായാലും നിങ്ങൾക്കുണ്ടല്ല RSSനെ കുറിച്ചും മോഹൻ ഭാഗവതിനെ കുറിച്ചൊക്കെ ഉണ്ടല്ല കൃത്യമായിട്ട് അറിയാം. എന്നിരുന്നാലും ഈ വീഡിയോ കണ്ടപ്പോഴല്ല നിങ്ങൾക്കുണ്ടല്ല അവരെ കുറിച്ച് കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അപ്പൊ RSSനെ കുറിച്ചും മോഹൻ ഭാഗവതിനെ കുറിച്ചും കുറച്ചുകൂടി വ്യക്തമാക്കി തന്ന K. മുരളി സാറിനും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.